വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ലഹരിക്കെതിരായ പോരാട്ടം കടുപ്പിക്കാൻ സംസ്ഥാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംയുക്ത യോഗം ചേരും. ഈ മാസം 24-ന് യോഗത്തിൽ ലഹരി വിരുദ്ധ നടപടികൾ ചർച്ച ചെയ്യും. വിവരങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, സംസ്ഥാനം ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുകയാണോ? അതിന്റെ ഭാഗമായിട്ട് വിവിധ വകുപ്പുകൾ ഒരുമിച്ചുള്ള ഒരു ഏകോപനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അതാണോ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്? തീർച്ചയായും മുഖ്യമന്ത്രി നിയമസഭയിലും ഒപ്പം തന്നെ നേരത്തെ തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം കേരളം ലഹരി വിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. അത് സമഗ്രമായ പദ്ധതിയാണ് സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സംയുക്ത യോഗം ഈ വരുന്ന 24-ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് ചേർത്തിരിക്കുന്നു. വിവിധ വകുപ്പുകളുടെ പ്രതികരിച്ച് മന്ത്രിമാർ പങ്കെടുക്കും. പ്രധാനമായി പോലീസ്, ഒപ്പം തന്നെ എക്സൈസ്, തദ്ദേശ സ്വയംഭരണം, വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം, ഇങ്ങനെ വിവിധ വകുപ്പുകൾ, സാമൂഹ്യക്ഷേമം, അങ്ങനെ വിവിധ വകുപ്പുകളുടെ മന്ത്രിമാരടക്കം യോഗത്തിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ എക്സൈസും പോലീസും സംയുക്തമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ, എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്ന കാര്യം യോഗത്തിൽ അവതരിപ്പിക്കും. ഒപ്പം തന്നെ എക്സൈസും പോലീസും സംയുക്തമായിട്ടുള്ള പരിശോധനാ സംവിധാനത്തെക്കുറിച്ചാണ് അടുത്ത ഘട്ടത്തിൽ ആലോചിക്കുന്നത്. കാരണം എക്സൈസ് വെവ്വേറെ പരിശോധിച്ച് എക്സൈസ് കേസെടുക്കുന്നു, ഒപ്പം തന്നെ പോലീസ് അല്ലാതെ പരിശോധന നടത്തുന്നു. ഇത് പലതരത്തിലും പ്രതികളെ സംബന്ധിച്ച് നിലവിൽ എക്സൈസിൻ്റെ കൈവശമുള്ള പ്രതികളുടെ രേഖകൾ, സ്ഥിരം കുറ്റവാളികൾ, ഇവ പോലീസിന് കൈമാറുകയും പോലീസ് എടുക്കുന്ന കേസുകളെ സംബന്ധിച്ച ഡീറ്റെയിലുകൾ എക്സൈസിന് കൈമാറുകയും ചെയ്ത് സംയുക്തമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. ഒപ്പം തന്നെ ക്യാമ്പസുകൾ, സ്കൂളുകൾ, കോളേജുകൾ, പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷനുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് പോലീസ് വിവിധ തരത്തിലുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്. നാട്ടുകാരെയും ജനങ്ങളെയും ഒക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് സ്കൂളിനെയും റെസിഡൻസ് അസോസിയേഷനെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി ഉണ്ടാക്കുക, പ്രദേശ തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുക. ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും പോലീസിനും എക്സൈസിനും ഒക്കെ തന്നെ സംയുക്തമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് തയ്യാറാക്കുന്നത്. ലഹരി വരുന്ന വഴികൾ സംബന്ധിച്ച് ഈ പറഞ്ഞ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളത്തിലേക്ക് ലഹരി വരുന്ന തമിഴ്നാടും ആന്ധ്രാപ്രദേശും കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ആ റൂട്ടിലേക്ക്, ആ സോഴ്സിലേക്ക് പോയി അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ കേരള പോലീസ് DGP തലത്തിലും ഉദ്യോഗസ്ഥരുടെ ഒരു ലിങ്ക്, ഒരു പ്രത്യേക കൂട്ടായ്മ ആലോചിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ADGP മനോജ് എബ്രഹാം, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണോ ലഹരി സംബന്ധിച്ച് വരികയാണെങ്കിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ, അറസ്റ്റ് ഉണ്ടായാൽ അയാളുടെ ഡീറ്റെയിൽ ഒപ്പം തന്നെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിലേക്ക് പാസ് ചെയ്യും. ആ ഘട്ടത്തിൽ തന്നെ സോഴ്സ്, ഉറവിടം, അയാൾക്ക് സമാനമായ കുറ്റകൃത്യങ്ങളിൽ അവിടെയുണ്ടോ, അയാൾ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയെടുക്കുക, ആ സംസ്ഥാനത്തിൻ്റെ പോലീസിൻ്റെ സഹായം തേടുക. അതുകൊണ്ട് ലഹരി കേരളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, ഇന്ത്യയെ ആകെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് സംസ്ഥാനത്തെ ഐക്യമുണ്ടാകണം, പോലീസിൻ്റെ ഒരു ശൃംഖല രൂപീകരിക്കണം, എക്സൈസിൻ്റെ ഒരു വലിയ സഹായം വേണം, ഒപ്പം തന്നെ ജനങ്ങളുടെയും സ്കൂളിൻ്റെയും അധ്യാപകരുടെയും ജാഗ്രതാ സമിതികളുടെയൊക്കെ വലിയ പിന്തുണ വേണം. അത്തരത്തിലുള്ള ഒരു സമഗ്രമായ പദ്ധതിയുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മനു. ശരി, ലഹരിക്കെതിരായ പോരാട്ടത്തിന് സമഗ്ര പദ്ധതി രൂപീകരിക്കാൻ സർക്കാർ. മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.